ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവികമായിരിക്കുന്ന നന്മകളെ ഉൾക്കൊള്ളുവാൻ ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവ് നമ്മെ കരുതി, കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടത്തി, ദൈവികമായിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നു. പലരും ചിലതൊന്നും കണ്ടില്ല എന്ന് വരാം. എങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും ദൈവം മാറ്റമില്ലാത്തവനായി നമ്മെ അവൻ നോക്കിക്കൊണ്ടിരിക്കിയാൽ ഓരോ ദിവസവും നമ്മെ അവൻ അറിയുന്നതിനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് മറ്റൊരിടത്തേക്ക് പോകുവാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നിന്നല്ലാതെ ഒരു നന്മയും പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അത്തരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് ദൈവനാമത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുത്ത് സ്തുതി കരയേറ്റി നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പച്ച, അങ്ങ് മഹാകരുണയുള്ള ദൈവം, അങ്ങ് മഹാവാത്സല്യമുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, കർത്താവെ 1000 തലമുറയോട് ദൈവമേ കരുണ കാണിക്കുന്നൊരു ദൈവം. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിലും അവിടുത്തെ കരുണയെ ആവശ്യം, അങ്ങയുടെ കൃപയെ ആവശ്യം. ദൈവമേ, അങ്ങ് തന്നിട്ടല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ല കർത്താവെ. അതിനെയെല്ലാം വർദ്ധിപ്പിക്കുവാൻ, ഞങ്ങൾക്കുള്ള അല്പമായതിനെ വർദ്ധിപ്പിച്ച് തരുവാൻ ഞങ്ങളുടെ ദൈവമേ സകലതുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്ന അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ, യഹോവ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. ദൈവമേ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടുമില്ല. കർത്താവെ, പലതിലും ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊരു രക്ഷയില്ലേ, ഞങ്ങൾക്കൊരു നന്മയില്ലേ എന്നെല്ലാം വിചാരിച്ച് പലപ്പോഴും ഭാരപ്പെട്ടു പോകുന്ന സ്ഥലത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് വചനത്തിൽ പൗലോസ് ചോദിക്കുമ്പോൾ, കർത്താവെ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. യേശുവിനെ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ കർത്താവിനോടുകൂടി ഞങ്ങൾക്ക് സകലതും അവിടെ നൽകുന്നതിനായി സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകലതിനെയും നോക്കി ഞങ്ങളും പറയുന്നപ്പ, ഞങ്ങളെ സ്നേഹിച്ച യേശു ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഇതിലൊക്കെയും ജയം പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ചുറ്റും നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾ, എല്ലാ പ്രയാസങ്ങൾ, എല്ലാ പരാജയങ്ങൾ, എല്ലാ വിരോധങ്ങൾ, ശത്രുവിൻ്റേതായിരിക്കുന്ന സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ ജയിപ്പാൻ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. എല്ലാ കഷ്ടതകൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, ഭവനമില്ലാതിരിക്കുന്ന അവസ്ഥ, ദൈവമേ, വാടക വീട് തോറും മാറി മാറി സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന്, ഉടമസ്ഥരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ദൈവമേ നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങൾ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജയം കാണാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ദൈവമേ ഉത്തരവാദിത്തമില്ലാത്തവരായി വഴിതെറ്റിയവരായി നടക്കുമ്പോൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ പലതും ദൈവമേ തകരുന്നോ എന്ന് സംശയം തോന്നുമ്പോഴും ആ വചനപ്രകാരം ഞങ്ങളും വിളിച്ചു പറയുന്നു, ഞങ്ങളെ സ്നേഹിച്ച കർത്താവ് മുഖാന്തരം ഇതിലൊക്കെയും ഞങ്ങൾ ജയം പ്രാപിക്കും. യേശു ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ തലമുറകൾ മടങ്ങി വരും. ഞങ്ങളുടെ സഹോദരങ്ങൾ മദ്യപാനശീലങ്ങൾ വിടും. കർത്താവേ സ്തോത്രം. ദൈവമേ, ഉത്തരവാദിത്വമില്ലാതിരിക്കുന്നവർ, ജോലി ചെയ്യാതിരിക്കുന്നവർ, കലഹങ്ങളും ഭിന്നതയും വഴക്കം ഉണ്ടാക്കുന്നവർ മടങ്ങി വരുമെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ആ ജയത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, പലരിലും ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുവാനായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പച്ച. ദൈവമേ, പല ജോലികൾ ചെയ്തിട്ട് പരാജയപ്പെട്ടു, ഒന്നും ജയിക്കാൻ കഴിയുന്നില്ല, ഒന്നിലും മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല, ഒന്നും മിച്ചമെടുക്കാൻ കഴിയുന്നില്ല, ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കർത്താവ് ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുന്ന, മറ്റുള്ളവർക്ക് ആർക്കും അവരുടെ വിഷമതകൾ മനസ്സിലാക്കുവാൻ കഴിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ കരം താങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിപ്പാൻ ചിലരെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്നു പോയിരിക്കുന്നവർക്ക് ദൈവമേ അവരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുവാൻ, ഒരാശ്വാസവാക്ക് പറയുവാൻ ചിലരെ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഒരുക്കണമേ കർത്താവേ. ദൈവദാസന്മാരെ ഒരുക്കണമേ. ദൈവത്തിൻ്റെ വചനം അവരെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ നല്ല കൂട്ടായ്മ ബന്ധങ്ങൾ ഇവരിൽ ചില പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഭവനത്തിലിരിക്കുന്നവർ ആരാധനകൾക്ക് വേണ്ടി കടന്നു പോകുവാൻ, ദൈവത്തെ ആരാധിച്ച് ദൈവമേ ശക്തി പ്രാപിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. യഹോവയെ കാത്തിരിക്കുന്ന ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവന
യൗവനക്കാർ തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന വചനത്താൽ കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ യഹോവയെ കാത്തിരുന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ശക്തിപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പച്ച. ദൈവമേ, വചനത്തിൻ്റെ എല്ലാം അനുസരിക്കുന്നു, വചനത്തിൽ എന്തു പറയുന്നു അത് അനുസരിക്കുന്നവരായി ഇവരെ മാറ്റണമേ കർത്താവേ. ഇവരിൽ സ്നാനമേൽക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ രക്ഷ അറിയാതിരിക്കുന്നവർ ഉണ്ടെങ്കിൽ, കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ ഇവർ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവായ യേശുവിനെ ഇവർ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കട്ടെ. ദൈവമേ, ഒരു മുഴുകൽ സ്നാനത്തിലേക്ക്, പൂർണ്ണമായ ഒരു ജലസ്നാനത്തിലേക്ക് ഇവർ കടന്നു പോകട്ടെ. അപ്പോൾ ആ ദൈവമേ, ജലസ്നാനമൊക്കെ എടുത്തിരിക്കുന്നവർ, ചിലർ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, അന്യഭാഷ അടയാളത്തോടുകൂടി ഇവർ പ്രാപിച്ചിട്ടില്ലാതിരിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നുകർത്തി തകർക്കുന്നുവല്ലോ കർത്താവേ. ഇവരുടെ ജീവിതത്തിലുള്ള സകല ബുദ്ധിമുട്ടുകളെയും ജയിപ്പാൻ തക്കവണ്ണം ദൈവിക അഭിഷേകത്താൽ ഇവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, ഇവരെക്കുറിച്ചുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ ഇവർ പ്രാപിക്കട്ടെ, ദൈവികമായിരിക്കുന്ന നന്മകൾ പ്രാപിക്കട്ടെ. ഇവരെക്കുറിച്ച് കർത്താവ് ഒരു വലിയ നന്മ ഒരുക്കിയിട്ടുണ്ട്, അതിവർ ആത്മാവിൽ കണ്ടത് പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവരുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതിരിക്കട്ടപ്പ. യഹോവ സിയോനിൽ നിന്ന് ഇവരെ സകലരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം പ്രാപിക്കട്ടെ. മാനസികമായി തകർന്നിരിക്കുന്നവർ അത് പ്രാപിക്കട്ടപ്പ. ദൈവമേ, ബുദ്ധിയില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മെൻ്റലി ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹാൻഡിക്യാപ്ഡ് ആയിരിക്കുന്നവർ, അവരെല്ലാം ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ബലഹീനതകൾ, അതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങളുടെ ദേശത്തിൽ സമാധാനം വരുവാൻ പ്രാർത്ഥിക്കുന്നു. അക്രമങ്ങളും അഴിമതികളും നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല ഭരണത്തെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ദേശങ്ങളെ വിടുവിക്കണമേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ദേശത്തെ വിടുവിക്കണമേ. വംശീയ കലാപങ്ങളിൽ നിന്ന് അവിടെ വിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വചനത്തിലെങ്ങും പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവം സ്നേഹം തന്നെ. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു സ്നേഹം തന്നെ. നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. പക്ഷേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സ്നേഹത്തെക്കുറിച്ചൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം. അത് സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അതിൽ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, എനിക്ക് മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും, എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പിന്നെ തുടർന്ന് അതിൽ ഒത്തിരി വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, ചീർക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, വ്യാജമായി സംസാരിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സകലതും പൊറുക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം, സ്നേഹത്തെക്കുറിച്ചുള്ള അധ്യായം. കാരണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസത്തിൽ പലരും പറയും, കൃപാവരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നവർ, പലവിധമായിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുന്നവർ, രോഗസൗഖ്യത്തെ ചെയ്യുന്നവർ, അവരൊക്കെ വളരെ ഉന്നതമായ നിലകളിലാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ അവരെ വലിയ അതിശയത്തോടെ, അത്ഭുതത്തോടെ നാം നോക്കുന്നു. ദൈവരാജ്യ സംബന്ധമായി ശുശ്രൂഷകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരെ എല്ലാം നാം അത്ഭുതത്തോടും അതിശയത്തോടും കൂടി നോക്കുന്നു. പക്ഷേ ഈ അധ്യായത്തിൽ പറയുന്നു, അവർ മലകളെ നീക്കിയാലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും അവർക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. നമുക്ക് ദൈവത്തോടും മറ്റു മനുഷ്യരോടും നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ ഉന്നതമായി നിന്നാലും ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ല എങ്കിൽ അത് ഏതുമല്ല, നാം ചെയ്യുന്ന പ്രവൃത്തികളൊന്നുമല്ല.
അപ്പോൾ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി പറയാം, നാം എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ ചെയ്യുവാൻ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, ഏത് നന്മ പ്രവൃത്തി ചെയ്താലും ആരുടെയും മുമ്പിൽ നമുക്ക് ഒത്തിരി വലുതാകാനൊന്നും പറ്റിയില്ല എങ്കിലും, പ്രശസ്തരായില്ല എങ്കിലും, അറിയപ്പെട്ടില്ല എങ്കിലും ദൈവം നമ്മെ അറിയണം. നാം എന്ത് ചെയ്താലും, മറ്റുള്ള ഒരു വ്യക്തിയോട് ചിരിച്ചാൽ, അവർക്കൊരു കാര്യം കൊടുത്താൽ, ഒരു വാക്ക് പറഞ്ഞാൽ അതിനുള്ളിലെല്ലാം ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതെല്ലാം നിലനിൽക്കുന്നു. അവയിൽ വലുതോ സ്നേഹം തന്നെ. അത്തരത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു സ്നേഹം കൊണ്ട് നാം ഏവരും നിറയപ്പെടുവാൻ ദൈവം നമ്മെ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.